നമസ്തേ. ഇത് ICSE ക്ലാസ് 10 ജാവ പ്രോഗ്രാമിംഗ് ആണ്. 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിലെ ഒരു കൺസെപ്റ്റ് ആണ്. നെസസറി ഡീറ്റെയിൽസ് കാണിക്കുക, അൺനെസറി ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുക. അതാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും വളരെ വിശാലമായി ചില ആൻസർ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഒന്ന് ചുരുക്കി വേണ്ട പോയിന്റ് മാത്രം പറ. പക്ഷേ നമുക്ക് സൗകര്യം ഓർക്കാനും പിന്നീട് അതൊന്ന് എഴുതാനും ഒക്കെ. അപ്പൊ അതാണ് അബ്സ്ട്രാക്ഷൻ പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുമ്പോഴും ആ എക്യുപ്മെന്റ്സിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്യും. വേണ്ട ചില ഇന്റർഫേസ് മാത്രം കൊടുക്കുക എന്ന് വെച്ചാൽ അത് വെഹിക്കിളിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡിവൈസ് ആണെങ്കിലും. അപ്പോൾ ഹൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് മാറ്റി ഒതുക്കി വെക്കുക എന്ന് അർത്ഥമുള്ളൂ. അതാണ് ഹൈഡിങ് അൺനെസറി ഡീറ്റെയിൽസും. അപ്പൊ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഈ റിയൽ ലൈഫ് സിനേറിയയെ നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ പേരാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്യുകയും സോർട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം. സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, തപ്പ്. സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്രമത്തിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സോർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഡേറ്റ ഉപയോഗിക്കണമെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ സോർട്ട് ചെയ്തു. നമ്മൾ ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആള് ആദ്യം, രണ്ടാമത് മാർക്ക് കിട്ടിയ ആൾ രണ്ടാമത്, മൂന്നാമത്. അതൊരു മാർക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ്. നമ്മളിപ്പോൾ റിസൾട്ടോ മറ്റെന്തെങ്കിലും പ്രസിദ്ധീകരിക്കുന്നെങ്കിൽ അതിൽ ഹാൾ ടിക്കറ്റ് നമ്പറോ അഡ്മിഷൻ നമ്പറോ അതിന്റെ ഒരു അസെൻഡിങ് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പല രീതിയിൽ സോർട്ട് ചെയ്യാറുണ്ട് നമ്മുടെ സ്കൂളിൽ. ഈ സപ്പർ കേസ് എന്ന് പറയുന്നത് ഒരു ക്യാമൽ കേസ് ആയിട്ടാണ് പറയുന്നത്. യു ക്യാപിറ്റൽ സി ക്യാപിറ്റൽ ഇങ്ങനെ വരുന്നുണ്ട്. ഈ സപ്പർ കേസ് എന്ന് പറയുന്നത് അതിനകത്തൊരു ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ട് ഉത്തരവാകാം, ആണെന്നോ അല്ല. ആ ഒരു രീതിയാണ് അതിനുള്ളത്. ഈ സപ്പർ കേസ് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറ്റി ആ വേർഡ് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും. ഈ സപ്പറിൽ അത് പരിശോധിക്കുകയാണ് അപ്പർ കേസ് ആണോ അല്ലയോ. ടു അപ്പർ കേസിൽ അത് കൺവേർട്ട് ചെയ്യുക, ജോലി അങ്ങ് ചെയ്യുക. അതാണ് ഈ സപ്പർ കേസും ടു അപ്പർ കേസും തമ്മിലുള്ള വ്യത്യാസം. ആ ക്ലിക്ക് ടു എഡിറ്റ് മാസ്റ്റർ ടൈറ്റിൽ സ്റ്റൈൽ അതങ്ങ് വിട്ടേരെ, അത് കൺവേർട്ട് ചെയ്തപ്പോൾ വന്നതാണ്. ഹൗ ആർ പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ് ഡിഫറെന്റ് ഫ്രം പബ്ലിക് മെമ്പേഴ്സ്? പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് ക്ലാസ്സിനുള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക് മെമ്പേഴ്സിനെ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ക്ലാസ്സിനകത്ത് ക്ലാസ്സിന് പുറത്തും ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. The private members can only be accessed from within the class, whereas public members can be accessed from within the class as well as from the outside of the class. ഇവിടെ പ്രിമിറ്റീവ് ആയിട്ട് നോൺ പ്രിമിറ്റീവ് ആയിട്ട് ഡേറ്റ ടൈപ്പിനെ തരംതിരിക്കാനാണ് പറയുന്നത്. പ്രിമിറ്റീവ് ആയിട്ട് CHAR ക്യാരക്ടർ, ആ സ്മോൾ ലെറ്ററിൽ എഴുതുന്നത്, ഇൻഡ് INT, ഫ്ലോട്ട് FLOAT, പിന്നെ ഡബിള്. ഇതൊക്കെയാണ് നമ്മൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആയിട്ട് പറയുന്നത്. ഈ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് മറ്റൊരു ഡേറ്റ ടൈപ്പ് ഉണ്ടാക്കുകയാണ് നമ്മൾ അതിനെ നോൺ പ്രിമിറ്റീവ്. ഇപ്പോൾ അറേസ് നമ്മൾ ഇന്റിജർ ഉപയോഗിച്ചോ ക്യാരക്ടർ ഉപയോഗിച്ചോ ഫ്ലോട്ട് ഉപയോഗിച്ചോ ഡബിൾ ഉപയോഗിച്ചോ ഒക്കെ ഉണ്ടാക്കും. അത് ഉപയോഗിച്ചുണ്ടാക്കും. അപ്പൊ അതിനെ നോൺ പ്രിമിറ്റീവ് എന്ന് പറയും. പക്ഷെ ബേസിക് ആയിട്ട് അവിടെ പ്രിമിറ്റീവ് ഉണ്ട്. പ്രിമിറ്റീവ് ഉപയോഗിച്ച് മറ്റൊന്ന് ഉണ്ടാക്കി, ഇപ്പൊ നോൺ പ്രിമിറ്റീവ്. ഇന്റിജർ പ്രിമിറ്റീവ് ആണ്. ക്ലാസ്സിനകത്ത് പല തരത്തിലുള്ള ഡേറ്റ ടൈപ്പ് ഉണ്ടാവും. അപ്പൊ അത് പ്രിമിറ്റീവ് മാറി നോൺ പ്രിമിറ്റീവ് ആയി. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.
ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. RES എന്ന് പറഞ്ഞ വേരിയബിളിൽ ഒരു ക്യാപിറ്റൽ എ സ്റ്റോർ ചെയ്യുക. അത് ക്യാരക്ടറിലല്ല സ്റ്റോർ ചെയ്യുന്നത്, ക്യാരക്ടറിലല്ല അത് സ്റ്റോർ ചെയ്യുന്നത്, അത് ഇൻറ്റിജറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആസ്കി വാല്യൂ ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ 65ആണ്. അതുകൊണ്ട് വാല്യൂ ഓഫ് RES എന്ന് പറയുന്നത് 65. ഓക്കെ, നിങ്ങൾ ഈ RESന്റെ ആസ്കി അങ്ങനെയൊന്നും കയറി വിചാരിക്കണ്ട. RES ഇസ് എ വേരിയബിൾ. എ എന്ന് പറഞ്ഞ വാല്യൂ ആണ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ വാല്യൂ ആണ് 65. പിന്നെ റാപ്പർ ക്ലാസ് അതിന്റെ പാക്കേജ് എന്താന്ന് ചോദിച്ചാൽ java.util പാക്കേജ്. ഇത് നമ്മളെ പ്രോഗ്രാമിങ്ങിന് സഹായിക്കുന്ന ധാരാളം പാക്കേജുകൾ അതിനകത്തുണ്ട്. വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വൈൽ ലൂപ്പ് ആ ലൂപ്പിൽ കയറുമ്പോഴേ ചെക്ക് ചെയ്യും, ഡു വൈൽ എക്സിറ്റ് ചെയ്യുമ്പോഴാണ് ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് ആ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും. അതായത് ഡു വൈലിന്റെ അവസാനം വൈലിന്റെ അകത്താണ് നമ്മൾ ഏറ്റവും അവസാനത്തെ ലൈനിലാണ് വൈലിന്റെ കണ്ടീഷൻ, മറ്റേ വൈൽ ലൂപ്പിൽ ചെക്ക് കണ്ടീഷന്റെ തുടക്കത്തിൽ. അതാണ് എൻട്രി കൺട്രോൾ, എക്സിറ്റ് കൺട്രോൾ. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ സി നോക്കുക. ബെസ്റ്റും ഓഫിലും രണ്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ പ്രിന്റിന്റെ കൂടെ പ്രിന്റ് LN ഇല്ല, രണ്ടാമത്തേന്റെ കൂടെ പ്രിന്റ് LN ഉണ്ട്. ഈ പ്രിന്റ് LN പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നു. ബെസ്റ്റായിട്ട് പ്രിന്റ് ചെയ്യും, അതിന്റെ കൂടെ തന്നെ ഓഫ്ലക്കും പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത ലൈനിലേക്ക് പോവുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ആൻസർ ബെസ്റ്റ് ഓഫ് ലക്ക് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അതിന്റെ ഡി പാർട്ട് ക്വസ്റ്റ്യൻ ഒരു പ്രോട്ടോടൈപ്പ്. അതിന് മെത്തേഡ് എഴുതുമ്പോൾ, ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, അതിന്റെ വലതുവശത്തെ പാരാമീറ്റേഴ്സ് കാണും, അതിന്റെ ലെഫ്റ്റ് സൈഡ് റിട്ടേൺ ടൈപ്പ് കാണും, പിന്നെ കർലി ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ഹെഡ് മാത്രം എഴുതുന്നതിന്റെ പേരാണ് പ്രോട്ടോടൈപ്പ്. പബ്ലിക് സ്റ്റാറ്റിക് ക്യാരക്ടർ ചെക്ക് ഇൻറ്റിജർ. അപ്പൊ CHECK ചെക്ക് എന്നുള്ളതാണ് ഫംഗ്ഷൻ നെയിം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇൻറ്റിജർ ആർഗ്യുമെന്റ് ഉണ്ട്, നമ്മൾ റൈറ്റ് സൈഡിൽ ഇന്ത്യൻ, അത് റിട്ടേൺ ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പൊ അതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. പിന്നെ പബ്ലിക് സ്റ്റാറ്റിക് കൂടെ വന്നിട്ടുണ്ട്. പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്ന ആക്സസിബിലിറ്റി. സ്റ്റാറ്റിക് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഫംഗ്ഷനിൽ നിന്ന് അല്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് വാല്യൂ ഉണ്ട് അതിനതുകൊണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്സസിബിൾ എനിവെയർ. പബ്ലിക് സ്റ്റാറ്റിക് ക്യാരക്ടർ ചെക്ക് ഇൻഡ്. റൈറ്റ് ദ റിട്ടേൺ ഡാറ്റ ടൈപ്പ് ഓഫ് ദ ഫോളോയിങ്. എൻസ് വിത്ത് റിട്ടേൺ ചെയ്യുന്ന ബൂളിയൻ ആണ്. ഒരു ലോഗ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഡെസിമൽ പാർട്ട് കാണും, അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്യുന്ന ഡബിളിലാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഈ മാത്ത് സ്ക്വയർ റൂട്ട് അവിടെ ആ ക്വസ്റ്റ്യൻ 3 raised to A+B, അത് ആ ക്വസ്റ്റ്യന്റെ ഭാഗം അവിടെ വന്നില്ല, അതുകൊണ്ട് അങ്ങനെയാണ് അതിന്റെ ആൻസർ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ദ എക്സ്പ്രഷൻ. ഇവിടെ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ആ പടം അവിടെ വന്നില്ല, അതുകൊണ്ട് അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുള്ളൂ. 3 into x, അതായത് 3x, 3x, പിന്നെ x² എന്നുള്ളതാണ് x into x എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഒരു വര ഇട്ടിട്ടുണ്ടാവും. അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ടാണ് A+B. ക്വസ്റ്റ്യൻ ഇങ്ങനെയാ, 3x plus x² ഡിവൈഡഡ് ബൈ A+B. അതിന്റെ സ്ക്വയർ റൂട്ട് ആണ്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ആ സ്ക്വയർ റൂട്ടിന്റെ ചിഹ്നം, അതിനുള്ളിൽ ന്യൂമറേറ്റർ പാർട്ടിൽ 3x plus x², ഡിനോമിനേറ്റർ പാർട്ടിൽ A+B. അതിന്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തത്. ആ പടം അവിടെ വന്നില്ല. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ദിസ്? ഇവിടെ നമുക്ക് നോക്കാം. y plus equal to plus plus y plus y minus minus, അത്
2 മൈനസ് ഉണ്ടെന്ന് തന്നെ കണക്കൂട്ടിക്കോ. അതായത് അത് പ്രിന്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതാ. പ്ലസ് മൈനസ് മൈനസ് വൈ വെൻ ഇൻറ്റിജർ വൈ ഈസ് ഈക്വൽ ടു യു. അപ്പോ അത് ആ വൈ പ്ലസ് ഈക്വൽ ടു പറയുന്നതുകൊണ്ട് വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എന്ന് നമുക്ക് എഴുതാം. അതാണ് അടുത്ത ലൈനിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടേ വൈ പ്ലസ് എടുക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് പ്ലസ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ അത് പ്രിഫിക്സ്ഡ് ആണ്. 8 എന്നുള്ളത് 9 ആകും. അതാ താഴെ 9 എഴുതിയിരിക്കുന്നു. പിന്നെ അപ്പുറത്തേക്ക് വൈ പോകുമ്പോൾ അത് 9 തന്നെ. ഓക്കെ, അത് കഴിഞ്ഞ് ആ മൈനസ് മൈനസ് വരുന്നത് അത് പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പൊ ആ വൈ 8 ആയി. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ പ്രിഫിക്സ് ആണ് 7 ആയി. അപ്പൊ 2 പ്രാവശ്യം കുറഞ്ഞു. അതുകൊണ്ട് അത് 7 ആയിട്ട് കാണിച്ചു. പ്ലസ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ അത് പ്രിഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് 8 9 ആയി. അത് കഴിഞ്ഞൊരു പ്ലസ് ഇട്ടു. വൈ മൈനസ് മൈനസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഫിക്സ് ആണ്. ഉപയോഗിച്ച് കഴിഞ്ഞേ അത് ഡിക്രിമെന്റ് ചെയ്യുള്ളൂ. അപ്പൊ വീണ്ടും 9 ആയി. ഉപയോഗിച്ചു, അത് 8 ആയി. പിന്നെ അപ്പുറത്ത് ചെന്നപ്പം അത് പ്രിഫിക്സ്ഡ് ആണ്, 7 ആയി. അങ്ങനെയാണ് അത് 25 അതായത് 28. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. പിന്നെ ഈ ഫ്ലോർ എന്ന് പറയുമ്പോൾ 4.7 മൈനസ് 4.7 ഫ്ലോർ -5. പോസിറ്റീവ് സംഖ്യ ആയിരുന്നെങ്കിൽ 4 എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ മോഡുള്ളതിനെയാണ് 4 എന്ന് പറയുന്നത്. അടുത്ത സീല് നോക്കുക. 3.4 എന്ന് പറഞ്ഞാൽ അതിന്റെ സീല് 4 ആണ്. 2.3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2. അപ്പൊ 8 8 4. റൈറ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൺസ്ട്രക്ട്. ഒരു കൺസ്ട്രക്ടറിന്റെ സ്വഭാവം. അത് ബേസിക്കലി ഒരു ഫംഗ്ഷനാണ് അല്ലെ. ക്ലാസിന്റെ പേര് തന്നെയായിരിക്കും ആ ഫംഗ്ഷൻ. അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും റിട്ടേൺ ടൈപ്പ് കാണില്ല. അതിനെ നമ്മൾ മറ്റു ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന പോലെ ഇൻവോക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യുക ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ ഔട്ട്പുട്ട് ഫോർ ദ ആ ഇൻക്രെഡിബിൾ വേൾഡ്. അതിനിടയ്ക്ക് ഒരു സ്ലാഷ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത് നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. അതുകൊണ്ടാണ് താഴെ ഇൻക്രെഡിബിൾ വേൾഡ് എന്നുള്ളത് 2 ആയിട്ട് പ്രിന്റ് ചെയ്യും. ആ സ്ലാഷ് എന്നുള്ളത് ഒരു എസ്കേപ്പ് സീക്വൻസ് ആണ്. 2 ലെറ്റർ ഉണ്ടെങ്കിൽ ഒരു 1 ആയിട്ട് കണക്കാക്കുള്ളൂ. അത് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇൻക്രെഡിബിൾ 1 ആയിട്ടും വേൾഡ് 2 ആയിട്ടും പ്രിന്റ് ചെയ്യും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇഫ് എൽസ് ഇഫ് കൺസ്ട്രക്ട് സ്വിച്ച് കേസ് ആക്കണം. ഒന്ന് വേരിയബിൾ 1 ആണെങ്കിൽ ഗുഡ് എന്ന് പ്രിന്റ് ചെയ്യുക. വേരിയബിൾ 2 ആണെങ്കിൽ ബെറ്റർ എന്ന് പ്രിന്റ് ചെയ്യുക. ഇക്വാലിറ്റി ഓപ്പറേറ്ററിന് 2 സമയമുണ്ട്. ഒരു സമയമുള്ള ഒരു ഈക്വൽ ടു ഉള്ളെങ്കിൽ നമ്മൾ അതിന് അസൈൻമെന്റ് ഓപ്പറേറ്റർ. 3 ആണെങ്കിൽ ബെസ്റ്റ് എന്ന് പറയും. 1 × 2 3 അല്ലാതെ വേറെ എന്താണെങ്കിലും ഇൻവാലിഡ് എന്ന് പറയും. അതാണ് ആ ഇഫ് എൽസ് വെച്ച് എഴുതിയിരിക്കുന്നത്. ഇത് ക്വസ്റ്റിന്റെ ഭാഗം. ആൻസർ എങ്ങനെയാന്ന് നോക്കാം. അത് ഒരു സ്വിച്ച് കേസ് ആക്കുന്നത് എങ്ങനെയാണ്? കേസ് 1 ആ സ്വിച്ച് VAR അതിലൂടെ പാസ് ചെയ്തു. കേസ് 1 ആണ് ഗുഡ് എന്ന് പ്രിന്റ് ചെയ്തു, ബ്രേക്ക് ഇട്ടു. അപ്പൊ നമുക്കിത് എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ VAR സ്വിച്ചിന്റെ ബ്രാക്കറ്റിൽ എഴുതുക. 1 കിടക്കുന്നിടത്ത് കേസ് 1 ഇടുക, 2 കിടക്കുന്നിടത്ത് കേസ് 2 ഇടുക, 3 കിടക്കുന്നിടത്ത് കേസ് 3 എഴുതുക. എൽസ് എന്നുള്ളിടത്ത് എല്ലാം കഴിഞ്ഞ് ഒരു ഡീഫോൾട്ട് ഇടുക. അവിടെ നമ്മൾ ഇൻവാലിഡ് എന്ന് കൊടുക്കുക. പിന്നെ ആ സിസ്റ്റം ഔട്ട് പ്രിന്റ് ലൈൻ ഒന്നും ഒരു മാറ്റവും ഇല്ല. അത് കഴിഞ്ഞ ഉടനെ ബ്രേക്ക് വേണം. സ്വിച്ചിന് ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് അടുത്ത കേസിലേക്ക് പോകും. അപ്പോൾ ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ആവശ്യം. അപ്പോൾ അത് നമ്മൾ കേസ് 1 ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, കേസ് 2 ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, കേസ് 3 ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബ്രേക്ക് ഇല്ലെങ്കിൽ നെക്സ്റ്റ് കേസിലേക്ക് അത് പോകും. അടുത്തത് ഫോളോയിങ് എ സ്ട്രിങ് അച്ചീവ്മെന്റ്. ഇതിൽ ഇ എന്ന് പറയുന്നത് ആ എച്ച് ആയി കഴിഞ്ഞ് അല്ലെ 1 2 3 4 5ാമത് ഇ ഉണ്ട്. ബി കഴിഞ്ഞ് 7ാമത് ഇ ഉണ്ട്. അപ്പൊ 5ാമത് വന്ന് ഇനെ എ ആയിട്ട് റീപ്ലേസ് ചെയ്യും. 7ാമതുള്ള ഇയെ എ ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതാണ് ആ റീപ്ലേസ് ചെയ്യുന്നത്. ഇയെ എ കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഇനി ഡെഡിക്കേറ്റ് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഡിവോട്ടി ആയിട്ട്. അപ്പൊ ആദ്യത്തെ ഡിയും 2ാമത്തെ ഡിയും നോ ഡിഫറൻസ്. ഫസ്റ്റ് ഇയും 2ാമത്തെ ഇയും നോ ഡിഫറൻസ്.
ഡെഡിക്കേറ്റിന്റെ മൂന്നാമത്തെ ഡിയും ഡിവോട്ടിന്റെ മൂന്നാമത്തെ ബിയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ആൽഫബറ്റിക്കൽ 26 ഉള്ള ഡിയും ബിയും തമ്മിലുള്ള വ്യത്യാസം 17. അങ്ങനെയാണ് -17 വരുന്നതെന്ന് വെച്ചാൽ ഡി എന്ന് പറയുന്നത് തുടക്കത്തിലും ഡി എന്ന് ബി ആ കുറയ്ക്കുന്നത്. അത് ഇൻക്രിമെന്റ് ചെയ്തല്ലേ വരുന്നത്. അപ്പോൾ നെഗറ്റീവാണ് വരുന്നത് ഡി എന്ന് ബി കുറയ്ക്കുമ്പോൾ. നമുക്ക് ഇങ്ങനെ പറയാം, ഡിയും ബിയും 26 അക്ഷരമുള്ള എ മുതൽ ഇസഡ് വരെയുള്ളതിൽ ഡിയും ബിയും തമ്മിലുള്ള വ്യത്യാസം 17 ലെറ്റേഴ്സിന്റെ. അതാണ് -17 എന്ന് കാണിച്ചിരിക്കുന്നത്. ആസ്കി വാല്യൂ കുറയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ, 2-3 ആസ്കി വാല്യൂസ് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, എയുടെയും ഇസഡിന്റെ ഒക്കെ. എന്നിട്ട് ഒന്ന് എഴുതി നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇവിടെ ഒരു സ്ട്രിംഗ് അറേയാണ് അതിന്റെ ഔട്ട്പുട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡൽഹി, ചെന്നൈ. അപ്പോ ഇതില് ARR 0 എന്ന് പറയുന്നത് ഡൽഹിയാണ്, ARR 3 എന്ന് പറയുന്നത് ലക്നൗ ആണ്. അപ്പൊ ഡൽഹിയുടെ ലെങ്ത് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്നൌവിന്റെ ലെങ്ത് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ആണ്. 5 ഗ്രേറ്റർ ദാൻ 7 ആണോ? അല്ല, അവിടെ 2 എന്ന് എഴുതിയിരിക്കുന്നത് ശരിക്കും ഫാൾസാ. 5 7-നേക്കാൾ വലുതല്ല. അടുത്ത് നോക്കാം. ARR 4 എന്ന് പറയുന്നത് നമ്മൾ ഇൻഡെക്സ് 0-ലാണ് തുടങ്ങുന്നത്. 0, 1, 2, 3 അത് ജയ്പൂരാണ്. ജയ്പൂരിന്റെ തുടക്കം അത് 0 ആണ്. 3 എന്ന് പറയുമ്പോൾ 2 വരെ പോവുള്ളൂ. 0J, A1, I2. അപ്പോൾ J എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ കണ്ടു. ഇനി അത് നമ്മൾ ആ ഇൻഡെക്സ് ഓർത്തിരിക്കുക. ഇൻഡെക്സ് എപ്പോഴും 0-ലാണ് തുടങ്ങുന്നത്. സ്ട്രിങ് അറേ ആണെങ്കിൽ നമ്മൾ ഓർക്കുക അത് 2 ഡയമെൻഷൻ. നമുക്കൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ പോലെ തോന്നുമെങ്കിൽ അതൊരു 2 ഡയമെൻഷണൽ അറേ ആണ്. ആ ജയ്പൂരിനുള്ളിൽ 0, 1, 2, 3 ഉണ്ട്. അത് വെച്ചിട്ടാണ് 0,3 പ്രിന്റ് ചെയ്തത്, ജെ എന്ന് മാത്രം. ലെങ്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫംഗ്ഷൻ ആണ്, ബിൽറ്റിൻ ആണ്. അത് അതിന്റെ ലെങ്ത് നോക്കാനുള്ളത്. അതാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ട്രൂ എന്നാണ് എഴുതിയിരിക്കുന്നത്, ശരിക്കും ഫാൾസ് ആണ്. അടുത്തത് നമുക്ക് റീറൈറ്റ് ദ ഫോളോയിങ്. ഇത് ടെറിനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ 3 ഭാഗമുണ്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. 10,000 കൂടുതലാണെങ്കിൽ ഡിസ്കൗണ്ടിൽ സ്റ്റോർ ചെയ്യും. 15,000 അല്ലെങ്കിൽ അത് വീണ്ടും ഡിസ്കൗണ്ടിലാണ് സ്റ്റോർ ചെയ്യും. അപ്പൊ ഡിസ്കൗണ്ട് ഈക്വൽ ടു ചെക്കിംഗ് കണ്ടീഷൻ ഈഫ് കളഞ്ഞിട്ട് ഫസ്റ്റ് പാർട്ടിൽ കൊടുത്ത്, ടെർണറി എന്ന് പറഞ്ഞാൽ 3 ഭാഗമുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പുള്ള ഒരു ഭാഗം, പിന്നെ ക്വസ്റ്റ്യൻ മാർക്കിനും കോളത്തിനും ഇടയ്ക്കുള്ള ഭാഗം. അവിടെ നമ്മൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കൊടുക്കും. കോളം കഴിഞ്ഞ് എൽസിന്റെ ഭാഗവും കൊടുക്കും. അപ്പൊ അങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇഫ് എൽസ് വെച്ച് ഇങ്ങനെ ഒരു ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇഫ് കളഞ്ഞിട്ട് കണ്ടീഷൻ എടുത്ത് ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പിലിടും. അത് ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് ആ ബില്ല് ഇൻറ്റു ആ ഡിസ്കൗണ്ട് ഈക്വൽ ടു നമ്മൾ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ബില്ല് ഇൻറ്റു 10.0 ഡിവൈഡ് ബൈ 100, പിന്നെ കോളം കഴിഞ്ഞ് ബില്ല് 5.0 ബൈ 100 എഴുതിയിട്ടുണ്ട്. അതാണ് റീറൈറ്റ് ദ ഫോളോയിങ് പറയുന്നത്. ടെർണറി ഓപ്പറേറ്റർ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ടെർണറി എന്ന് പറഞ്ഞാൽ 3 ഭാഗം ഉണ്ടെന്ന് അർത്ഥം. നമ്മൾ ബൈനറി എന്ന് പറഞ്ഞാൽ 2 ഭാഗം, A+B 2 ഭാഗം. യൂണറി എന്ന് പറഞ്ഞാൽ C++ അല്ലെങ്കിൽ A++ അല്ലെങ്കിൽ -G എന്നൊക്കെ പറയുന്നത് യൂണറി ഓപ്പറേറ്റർ. ഇവിടെ 3 ഭാഗമുണ്ട്. ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പുള്ള ഒരു ഭാഗം, ക്വസ്റ്റ്യൻ മാർക്കിനും കോളത്തിനും ഇടയ്ക്കുള്ള ഒരു ഭാഗം, അത് ട്രൂ ആണ്. കോളം കഴിഞ്ഞുള്ള ഭാഗം അത് എക്സിക്യൂട്ടീവ് ഫാൾസ് ആണ്. അപ്പൊ ആ ഇഫ് എൽസിനെ നമ്മൾ ഒറ്റ ലൈനിൽ എഴുതുന്ന ഒരു പരിപാടിയാണ്, കോമ്പാക്ട് ആക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ ആൻസർ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഈ I = 5 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തു. ഈ കണ്ടീഷൻ തുടക്കത്തിൽ തെറ്റും എന്ന് വെച്ചാൽ അത് 5 ഗ്രേറ്റർ ദാൻ 10 ആണോ? അല്ല, പോയി. അപ്പോൾ അത് എടുക്കത്തില്ല. അപ്പൊ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 1 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. പക്ഷെ അപ്പൊ അത് വിട്ട് അടുത്ത ലൈനിലേക്ക് വരും. സിസ്റ്റം ഔട്ട് പ്രിന്റ് ലൈൻ I × 4. അത് ഐയുടെ വാല്യൂ 5 × 4 20. അത് സ്ട്രൈറ്റ് ആയിട്ട്
there is no loop. അതെനിക്ക് തോന്നുന്നു വ്യക്തമാണെന്ന് തോന്നുന്നു. അവിടെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അത് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. എൻട്രി അടിക്കുമ്പോൾ ചെക്ക് ചെയ്യും. ഐയുടെ വാല്യൂ തുടക്കത്തിൽ 5ആണ്. ഐ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടീഷൻ തെറ്റി. 5നെ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് താഴോട്ട് പോവില്ല. അതിനടുത്ത ലൈൻ സിസ്റ്റം ഔട്ട് പ്രിന്റിലേക്ക് പോകും. അത് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരും. കണ്ടീഷൻ തെറ്റിക്കൊണ്ട് പിന്നെ താഴെയുള്ളത് ലൂപ്പിലേക്ക് കയറുകയില്ല. നെക്സ്റ്റ് ലൈനിൽ വരും. നെക്സ്റ്റ് വരുമ്പോൾ ഐയുടെ വാല്യൂ 5 ആണല്ലോ. 5 × 4 20 പ്രിന്റ്. അപ്പൊ ഔട്ട്പുട്ടും ആ ലൂപ്പും അങ്ങനെയാ പറയുന്നത്. ഇനി അടുത്ത് നോക്കുക. ഇതൊരു ക്ലാസ് പ്രോഗ്രാമാണ്. ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ക്ലാസ് എന്ന് പറയും അല്ലെ. ഇപ്പൊ റെയിൽവേ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ്, അതിനകത്ത് നെയിം, കോച്ച്, മൊബൈൽ നമ്പർ, എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡേറ്റ മെമ്പേഴ്സ് വേണം. ആക്സെപ്റ്റ്, അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് നമുക്ക് മെമ്പർ ഫങ്ഷൻസും വേണം. ഇവിടെ ഫസ്റ്റ് AC ആണെങ്കിൽ അതിന്റെ എമൗണ്ട് 700 ആണ്. സെക്കൻഡ് AC ആണ് 500. തേർഡ് AC ആണ് 250. സ്ലീപ്പർ ആണെങ്കിൽ നണ്ണാണ്. എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള എനിക്ക് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കും. പിന്നെ ആ ആക്സെപ്റ്റും അപ്ഡേറ്റും കൂടാതെ വേറെ 2 ഫംഗ്ഷൻ കൂടെ, ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡിസ്പ്ലേ. എന്തായാലും മീൻ നമുക്ക് ആവശ്യമുണ്ട്. ഈ പ്രോഗ്രാം എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. ജാവ യൂട്ടിൽ സ്കാനർ, നമുക്ക് ആ ഇൻപുട്ട് വേണം, അതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിച്ചു. നമുക്ക് ആ ഡേറ്റ ടൈപ്പ് സ്ട്രിംഗ് നെയിം, സ്ട്രിംഗ് കോച്ച്, ലോങ് മൊബൈൽ നമ്പർ, ഇൻഡിജർ എമൗണ്ട്, ഇൻഡിജർ ടോട്ടൽ എമൗണ്ട്. ആ 1 2 3 4 5 ഡേറ്റ മെമ്പേഴ്സ് വേണം, വേരിയബിൾസ് വേണം. ഒന്ന് പേര് സ്റ്റോർ ചെയ്യാൻ, ഒന്ന് കോച്ച് സ്റ്റോർ ചെയ്യാൻ, ഒന്ന് മൊബൈൽ നമ്പർ സ്റ്റോർ ചെയ്യാൻ, ഒന്ന് എമൗണ്ട് സ്റ്റോർ ചെയ്യാൻ, ടോട്ടൽ എമൗണ്ട് സ്റ്റോർ ചെയ്യാൻ. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഈ ഇടയ്ക്ക് ലെഫ്റ്റിൽ കാണുന്ന കുത്തൊന്നും വേണ്ട. അത് പ്രിപ്പയർ ചെയ്തപ്പം ഇങ്ങനെ വന്നു പോയതാ. ആ ഡോട്ടൊന്നും വേണ്ട. അങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത്. അതുമല്ല ഇതിന്റെ ഇൻഡന്റേഷൻ കമ്പൽസറി അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതേണ്ടതുണ്ട്. അപ്പൊ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡിൽ സ്കാനറിന്റെ ഓബ്ജക്റ്റ് ഉണ്ടാക്കി ഇന്ന്, എന്നിട്ട് നെയിം എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കാണിക്കും. അവിടുന്ന് നെയിം അക്സെപ്റ്റ് ചെയ്യും, കോച്ചിന്റെ ഡേറ്റ അക്സെപ്റ്റ് ചെയ്യും, മൊബൈൽ നമ്പറിന്റെ അക്സെപ്റ്റ് ചെയ്യും. അത് ലോങ് ആണ്. ലോങ് എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ, 10 അക്കമില്ലേ, അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ഈക്വൽസ് ഇഗ്നോർ കേസ്, ആ ഫസ്റ്റ് AC എന്നുള്ളതിന്റെ കേസ് വിട്ടിട്ട് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അത് ഫസ്റ്റ് AC എന്ന് മുഴുവൻ ക്യാപിറ്റലോ, അത് ക്യാപിറ്റലും സ്മോളും മിക്സ്ഡ് ആയിട്ട് എഴുതിയാലോ, അല്ലെങ്കിൽ അത് എല്ലാം സ്മോളിൽ എഴുതിയാലോ ഒക്കെ അത് ഇഗ്നോർ ചെയ്യും. എന്നിട്ട് കമ്പയർ ചെയ്യും. അതായത് അങ്ങനെ എഴുതിയില്ല എങ്കിൽ സ്മോൾ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ എയും 2 ആണെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, 2 ഒന്നാണെന്ന് തന്നെ പറയും. ചെക്ക് ചെയ്യും. അത് ഫസ്റ്റ് AC ആണെങ്കിൽ എമൗണ്ട് പ്ലസ് 700 വരും. അതല്ല സെക്കൻഡ് AC ആണെങ്കിൽ എമൗണ്ടിൻ്റെ കൂടെ 500 കൂട്ടും. അതല്ല എങ്കിൽ അത് 250 കൂട്ടും. അതും അല്ലെങ്കിൽ അപ്പൊ 700 അല്ല, ഫസ്റ്റ് AC അല്ല, സെക്കൻഡ് AC അല്ല, തേർഡ് AC അല്ലെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് തന്നെ, അതിൻ്റെ കൂടെ ഒന്നും കൂട്ടില്ല. ആ ഡിസ്പ്ലേയിൽ കാണിക്കും. നെയിമും കോച്ചും ടോട്ടൽ എമൗണ്ടും മൊബൈൽ നമ്പറും ആസ് ഇറ്റ് ഈസ് അതുപോലെ കാണിക്കും. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ നമ്മൾ OBJ എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഉണ്ടാക്കി റെയിൽവേ ടിക്കറ്റിൽ നിന്ന്. എന്നിട്ട് ആ ഓബ്ജക്റ്റിനെ അക്സെപ്റ്റ് വെച്ച് വിളിച്ചു, അപ്ഡേറ്റ് വെച്ച് വിളിച്ചു, ഡിസ്പ്ലേ വെച്ച് വിളിച്ചു. അതെല്ലാം ഒരൊറ്റ ലൈനിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് അടുത്തടുത്ത് നെക്സ്റ്റ് ലൈനിൽ എഴുതാൻ പറ്റും. ആ സെമിക്കോളം വെച്ച് കട്ട് ചെയ്ത് ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പാക്കേജ് ഉണ്ട്, യൂട്ടിൽ സ്കാനർ. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റെയിൽവേ ടിക്കറ്റ് എന്ന് പറഞ്ഞ്. അതിനുള്ളിൽ 1 2 3 4 5 ഡേറ്റ മെമ്പർ ഉണ്ട്. അതിനകത്ത് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ പേരും കോച്ചും മൊബൈൽ നമ്പറും എമൗണ്ടും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യും. അപ്ഡേറ്റിൽ നമ്മൾ അത് ചെക്ക് ചെയ്യും, അത് ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, സ്ലീപ്പർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അതിനനുസരിച്ച് എമൗണ്ടിന്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ടിന്റെ കൂടെ 700
500 250 അതിൻ്റെ ഓർഡർ അനുസരിച്ച് ചേർക്കും. എന്നിട്ട് അതെല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ വന്നിട്ട് ആ മെയിൻ ഫംഗ്ഷനിൽ വന്നിട്ട് ആ റെയിൽവേ ടിക്കറ്റിന് OBJ എന്ന് പറഞ്ഞൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഓബ്ജക്റ്റ് ഡോട്ട് മെത്തേഡ് നെയിം, ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ നെയിം അത് വെച്ച് അക്സെപ്റ്റിനെ വിളിക്കും, അപ്ഡേറ്റിനെ വിളിക്കും, ഡിസ്പ്ലേ എന്ന് വിളിക്കും. അത് എഴുതി കാണിക്കും, അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ആ ഒരു ഭാഗം വെച്ചെങ്കിൽ അത് കാണിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുക. അത് ഓബ്ജക്റ്റ് ഉണ്ടാക്കി മെത്തേഡ് വിളിച്ചു കഴിയുമ്പോഴേ അത് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ മാത്രമാണ് നമ്മളുള്ളത്, ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അത് ആ മെയിൻ പ്രോഗ്രാമിൽ അവിടെ നിന്ന് അത് വർക്ക് ചെയ്യും. അക്സെപ്റ്റ്, അപ്ഡേറ്റ്, ഡിസ്പ്ലേ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് പ്രോണിക് നമ്പർ ആണോ അല്ലയോ. ഈ പ്രോണിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത ആ നമ്പർ ആയിരിക്കും. അതായത് 3 4 അടുത്തടുത്ത് വരുന്നതാണ്. 4 5 അടുത്തടുത്ത് വരുന്നു, 6 7 അടുത്തടുത്ത് വരുന്നു, അടുത്തത് 7 8 8 9 10 11 അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അതിനെയാണ് നമ്മൾ പ്രോണിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോണിക് നമ്പറിന്റെ ഒരു ക്ലാസ് ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ ആ നമ്പർ നമ്പർ ചോദിച്ചു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ആ ലോജിക്കിലായിരിക്കും നമുക്ക് സംശയം വരുന്നത്. നമ്മൾ ഉദാഹരണത്തിന് 5 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു അല്ല, അല്ലെങ്കിൽ 6 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു. അപ്പോ ആദ്യം 1 വന്നു, 1ന്റെ കൂടെ അടുത്ത നമ്പർ ആയിട്ടുള്ള 2. അപ്പൊ 1 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, 2 കിട്ടി. അത് ലെസ് ദാൻ n ആണ്, 6-നേക്കാൾ ചെറുതാണ്. 6 ഞാൻ പറഞ്ഞു. അപ്പോൾ അത് 2 ആയി. 2ഉം തൊട്ടടുത്ത നമ്പർ 3, 3 2 6 അല്ലേ. അവിടെ അത് പ്രോണിക് നമ്പർ ആണെന്ന് പറയും. എന്ന് വെച്ചാൽ അടുത്തടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത 6 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി, അത് പ്രോണിക് നമ്പർ ആണെന്ന് പറയും. ഞാൻ 7 കൊടുക്കുന്നു വിചാരിക്കും. അപ്പോ അതില് ആ എന്നിനോട് ഈക്വൽ ആകില്ല അല്ലെ. 3 2 6 വന്നു, പിന്നെ അടുത്ത നമ്പർ എടുക്കുമ്പോൾ 1 4 12 ആവും. പക്ഷെ അപ്പൊ ലെസ് ദാൻ എന്നുള്ള കണ്ടീഷൻ തെറ്റുന്നുണ്ട്. അത് എൽസിൽ വന്നിട്ട് ക്രോണിക് നമ്പർ അല്ല എന്ന്. അതാണ് അവിടുത്തെ ലോജിക്. P × P+1 എന്ന് പറയുന്നത് നമ്മളൊരു നമ്പർ അവിടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത നമ്പർ അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. 1 പാസ് ചെയ്യുന്നതെങ്കിൽ 1 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അത് ആ ലെസ് ദാൻ n ആണെന്ന് നോക്കും. അതേപോലെ തന്നെ നമ്മൾ 2 അവിടെ വരുന്നതെങ്കിൽ 2 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 3 വരുന്നെങ്കിൽ 3 4 കൂടെ മൾട്ടിപ്ലൈ എന്നിട്ട് കൊടുത്ത എന്നുമായിട്ട് ഈക്വൽ ആണെന്ന് നോക്കും. അതല്ലെങ്കിൽ അത് പ്രോണിക് നമ്പർ അല്ല. ആണെങ്കിൽ പ്രോണിക് നമ്പർ ആണ്. ആ തൊട്ടടുത്ത നമ്പറുമായിട്ട് ചെക്ക് ചെയ്യുക. അതാണ് P × P+1 = n എന്ന് പറയുന്നത്. ആ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ലെസ് ദാൻ n വെച്ചിട്ടാണ്. അത് ഓരോന്നോരോന്ന് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്. വി ആർ ഇൻ സൈബർ വേൾഡ് എന്ന് പറയും. അത് നമുക്ക് വി എന്ന് പറഞ്ഞതിന്റെ W ക്യാപിറ്റൽ വേണം, ആറിന്റെ A ക്യാപിറ്റൽ വേണം, ഇന്ത്യന്റെ I ക്യാപിറ്റൽ വേണം, സൈബറിന്റെ C ക്യാപിറ്റൽ വേണം, വേൾഡിന്റെ W ക്യാപിറ്റൽ. അതായത് വാക്ക് തുടങ്ങുമ്പോൾ അത് ക്യാപിറ്റൽ ആയിരിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അത് ഇൻഡെക്സിന്റെ വാല്യൂ എടുക്കുമ്പോൾ എവിടെ സ്പേസ് വരുന്നോ എന്താ ഇൻഡെക്സിന്റെ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ തൊട്ട് മുമ്പുള്ള വാല്യൂ സ്പേസ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റലൈസ്. ഇപ്പൊ നമ്മൾ വി ആർ ഇൻ സൈബർ വേൾഡ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. W എടുക്കുമ്പോൾ അത് ഇന്റിജർ I = 0 ആണ് അല്ലേ. ആ ഇഫ് കണ്ടീഷൻ നോക്കുക, ഓറായിട്ടിരിക്കുന്ന ഇഫ് കണ്ടീഷൻ നോക്കുക, ഫോർ ലൂപ്പ് ഉണ്ട് അവിടെ, അത് ലെങ്ത് വരെ പോവും. ഇഫ് കണ്ടീഷൻ നോക്കുക, ആ W എടുക്കുമ്പോൾ ആദ്യം തന്നെ സ്മോൾ ലെറ്റർ W എടുക്കുമ്പോൾ തന്നെ 0 ആണ്. അപ്പൊ എന്ത് ചെയ്യും, അത് അപ്പർ കേസ് ആക്കും. അപ്പർ കേസ് ആക്കിയിട്ട് അത് ആ സ്ട്രിങ്ങിന്റെ ആ ക്യാരക്ടറിൻ്റെ കൂടെ അത് കൂട്ടും. ഇനിയും
WE കഴിഞ്ഞ് സ്പേസ് കഴിഞ്ഞ് എയിലെത്തി. എയിലെത്തി കഴിയുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പിലുള്ളത്, അപ്പോൾ ഇയിലെത്തുമ്പോൾ തൊട്ട് മുമ്പിൽ സ്പേസ് ഇല്ല, പക്ഷെ എയിലെത്തുമ്പോൾ തൊട്ട് മുമ്പിൽ സ്പേസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? തൊട്ട് മുമ്പിൽ സ്പേസ് ഉണ്ടെങ്കിൽ ആ I = 0 എന്നുള്ളതിന് അവിടെ ചെക്കിംഗ് ഉണ്ട്. I-1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിൽ സ്പേസ് ആണോ എന്ന് നോക്കുന്നത്. അങ്ങനെയാണെങ്കിലും ആ ക്യാരക്ടറിനെ അപ്പർ കേസ് ആക്കി ടീയുടെ കൂടെ കൂട്ടും. അപ്പൊ നമുക്ക് ഈ VR ഇൻ എ സൈബർ വേൾഡ് എന്നുള്ളത്, അപ്പം ഇന്നിലെത്തുമ്പോഴും ഐയിലെത്തുമ്പോഴും അതിന്റെ തൊട്ട് മുമ്പിൽ സ്പേസ് വരും, ഉടനെ I ക്യാപിറ്റൽ. സൈബറിന്റെ സിയിലെത്തുമ്പോഴും സിയുടെ തൊട്ട് മുമ്പിൽ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് C ക്യാപിറ്റൽ. വേൾഡിലെത്തുമ്പോഴും W മുമ്പിൽ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് W ക്യാപിറ്റൽ. ആ ഒരു ലോജിക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ട്രിംഗ് ഫങ്ഷൻസ് ആണ്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതാണ് അവിടുത്തെ ലോജിക്. അവിടെ ഇഫ് കണ്ടീഷനാണ് മനസ്സിലാക്കേണ്ടത്. 0 ആണെങ്കിലോ സ്പേസിന് മുമ്പിൽ ഏതെങ്കിലും സ്പേസോ ആണെങ്കിൽ അതിന് അപ്പം. അതാണ് ലോജിക്. അതായത് ആ ലെറ്ററിന്റെ അവിടെ വന്നിട്ട് തൊട്ട് മുമ്പ് സ്പേസ് ആണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ആ ലെറ്റർ ആ ഇൻഡെക്സ് നിൽക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ. അതാണ് അവിടെ ചെയ്യുന്നത്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കാം, ക്വസ്റ്റ്യൻ 7. ഇത് ഒരു മെത്തേഡ് ഓവർലോഡിംഗ് ആണ്. ഓവർലോഡ് ചെയ്യാൻ പറയുന്ന മെത്തേഡിന്റെ പേര് വോളിയം എന്നാണ്. അത് 3 പ്രാവശ്യം അല്ലെ, ഒരു സെയിം നെയിമിലാണെങ്കിൽ നമ്മൾ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വേരിയബിളെ ഉള്ളെങ്കിൽ ആദ്യത്തെ വോളിയം എടുക്കും, 2 വേരിയബിൾ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വോളിയം എടുക്കും, 3 വേരിയബിൾ ഉണ്ടെങ്കിൽ അത് മൂന്നാമത്തെ വോളിയം. അപ്പൊ ആദ്യത്തെ വോളിയം നമ്മൾ കാണുന്നത് സ്പിയറിന്റെ, അതിന് നമുക്ക് റേഡിയസ് മാത്രം മതി. അതേസമയം നമ്മൾ സിലിണ്ടറിന്റെ വോളിയാണ് കാണുന്നെങ്കിൽ നമുക്ക് ഹൈറ്റും റേഡിയസും. അതേപോലെ തന്നെ ക്യൂബോയിഡിന്റെ ആണെങ്കിൽ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ആണ്, 3 വാല്യൂ. അപ്പോൾ ഇവിടെ ആ പാരാമീറ്റർ മാറുന്നതനുസരിച്ച് അത് ഒരു വാല്യൂ ഉള്ളെങ്കിൽ അത് സ്പിയറിന്റെ വോളിയം പറയും, 2 വാല്യൂ ഉള്ളെങ്കിൽ അത് സിലിണ്ടറിന്റെ വോളിയം പറയും, 3 വാല്യൂ ഉണ്ടെങ്കിൽ അത് ക്യൂബോയിഡിന്റെ. അപ്പോൾ ആ വോളിയം എന്നുള്ള വാക്ക് മാറുന്നില്ല, ഫംഗ്ഷൻ നെയിം മെത്തേഡ് മാറുന്നില്ല. ഡേറ്റയുടെ വേരിയബിളിന്റെ എണ്ണം മാറുന്നുണ്ട്. ആദ്യം R ഒന്നേ ഉള്ളൂ, രണ്ടാമത് H R ഉണ്ട്, മൂന്നാമത് 3 വാല്യൂ ഉണ്ട്. ഓക്കെ, അതാണ് ആ ഓവർലോഡഡ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഓവർലോഡിങ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമ്മൾ ആ മാർക്കിന്റെ റേഞ്ച് അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് എഴുതുക. ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടില്ല, അതുകൊണ്ട് ടൈം കറക്റ്റായിട്ട് നോക്കിയിട്ട് എഴുതും. ഈ മെനു ഡ്രിവൺ നോക്കുക. ഇപ്പോൾ 2 ഓപ്ഷൻ കൊടുത്തിരിക്കുക. ഒന്ന് ABCD E 5, പിന്നെ ABCD 4, പിന്നെ ABC 3, പിന്നെ AB 2, A 1. അതൊരു പാറ്റേൺ ആണ്. നമുക്ക് എന്നിട്ട് അടുത്ത പാറ്റേൺ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു മെനു കിട്ടാൻ വേണ്ടി 1 ABCD എന്നും 2 ബ്ലൂ എന്നും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 1 മാത്രമേ നോക്കാം. അപ്പൊ ആ 1 ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെ ഫോർ ലൂപ്പ് ശ്രദ്ധിക്കുക. ഒരു നെക്സ്റ്റഡ് ഫോർ ലൂപ്പാണ് ഉള്ളത്. അത് നമ്മൾ സാധാരണ ഫോർ ലൂപ്പ് ഇൻക്രിമെന്റ് ചെയ്യും ഡിക്രിമെന്റ് ചെയ്യും ഒക്കെ ചെയ്യുന്ന ഇന്റിജർ ഒക്കെ വെച്ചിട്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡബിൾ വെച്ചുള്ള ഡേറ്റ ടൈപ്പും ഉണ്ട്. ഇവിടെ ക്യാരക്ടർ നോക്കുക, ആണ് തുടക്കത്തിൽ. അപ്പോൾ ആ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തെ ഫോർ ലൂപ്പിൽ നിന്ന് അകത്തെ ഫോർ ലൂപ്പിലെത്തി. ഐയുടെ വാല്യൂ E ആണ്. അപ്പൊ A പ്രിന്റ് ചെയ്തു, B പ്രിന്റ് ചെയ്തു, C പ്രിന്റ് ചെയ്തു, D പ്രിന്റ് ചെയ്തു, E പ്രിന്റ് ചെയ്തു. അത് അപ്പൊ ABCD E ആ 5 ലെറ്ററും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ലൂപ്പിന് പുറത്ത് വന്ന് ഔട്ടർ ലൂപ്പിൽ എത്തുമ്പോൾ അവിടെ ഡിക്രിമെന്റ് ചെയ്യാൻ. അപ്പോൾ ഇയുടെ വാല്യൂ D ആവും. അപ്പം ഇവിടെ ജെയുടെ വാല്യൂ D വരെ പോകും. അപ്പൊ ABCD വരെ പോകും. പിന്നെയും ആ D മോളി വരുമ്പോൾ അത് ഡിക്രിമെന്റ് ആവും. അപ്പൊ അവിടെ എന്താ C ആ വരുന്നത്. അപ്പൊ A മുതൽ C വരെ പ്രിന്റ്. പിന്നെ C B മാത്രമോ, അപ്പൊ Aയും Bയും, പിന്നെ അത് A മാത്രമോ, A പ്രിന്റ് ചെയ്യും. അതോടുകൂടി ആ 2 ഫോർ ലൂപ്പും അവസാനിക്കും. അതാണ് ആ ഫസ്റ്റ് കേസിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ക്യാരക്ടേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് ബ്ലൂവിന്റെ പ്രിന്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ബ്ലൂവിന്റെ പ്രിന്റ് ചെയ്യുമ്പോൾ ഇതിനെ നേരെ തിരിച്ച് ഒരു ലെറ്റർ മാത്രം, B മാത്രം, പിന്നെ LL മാത്രം, പിന്നെ UU മാത്രം, പിന്നെ E മാത്രം.
ആ രണ്ട് ഫോർ ലൂപ്പ് നമുക്ക് നോക്കാം. ആ ഫോർ ലൂപ്പിൽ ഐയും ജെയും ഇൻക്രിമെന്റ് ചെയ്യുന്ന ഐ എസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ് എവിടം വരെ ഉണ്ടോ അവിടം വരെ പോകും. ആദ്യം ആ ജെ ഐയുടെ വാല്യൂ അനുസരിച്ച് മാറും. ആദ്യം അത് ബി മാത്രം പ്രിന്റ് ചെയ്യും. പിന്നെ രണ്ടാമത് വന്ന ലെറ്റർ 2 തവണ പ്രിന്റ് ചെയ്യും. പിന്നെ മൂന്നാമത് വന്ന ലെറ്റർ 3 തവണ പ്രിന്റ് ചെയ്യും. അതെന്താ കാര്യം? ജെ ലെസ് ദാൻ ഈക്വൽ ടു ആയി കിടക്കുന്നുണ്ട്. മൂന്നാമത് വന്ന ലെറ്റർ 3 തവണ പ്രിന്റ് ചെയ്യും. ആ ജെ ലെസ് ദാൻ ഈക്വൽ ടു ആയി കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് ശ്രദ്ധിക്കുക. അതൊന്നും അല്ലെങ്കിൽ ഇൻവാലിഡ് ചോയ്സ് എന്ന് പറയും. ഇവിടെയും ഫോർ ലൂപ്പ് ഉണ്ട്. ജെയുടെ എൻഡ് നിശ്ചയിക്കുന്ന ഐയുടെ വാല്യൂ വെച്ചിട്ടാണ് ആ പ്രോഗ്രാം അതിന്റെ ഫോർ ലൂപ്പ് ശ്രദ്ധിക്കുക. അവസാനത്തെ റൈറ്റ് എ പ്രോഗ്രാം ടു ആക്സെപ്റ്റ് നെയിം ആൻഡ് ടോട്ടൽ മാർക്സ് ഓഫ് n നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ 2 സബ്സ്ക്രിപ്റ്റ് അറേ നെയിം ടോട്ടൽ മാർക്സ്. അപ്പൊ രണ്ട് അറേ ഉണ്ട്. അത് കാൽക്കുലേറ്റ് ആൻഡ് പ്രിന്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ആവറേജ്, ഡീവിയേഷൻ. നമ്മൾ ഡീവിയേഷൻ എങ്ങനെയാണ് കാണുന്നത്? ആവറേജ് എന്ന് ടോട്ടൽ മാർക്സ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മീൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, 2 സിംഗിൾ ഡയമെൻഷണൽ അറേ, ഒന്ന് നെയിം സ്റ്റോർ ചെയ്യുന്ന സിംഗിൾ ഡയമെൻഷണൽ അറേയും 2 മാർക്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു സിംഗിൾ ഡയമെൻഷൻ. ഡബിൾ ഡയമെൻഷൻ അല്ല, 2 സിംഗിൾ ഡയമെൻഷൻ. ആദ്യത്തെ ഫോർ ലൂപ്പിൽ നമ്മൾ ആ സിസ്റ്റം ഔട്ട് പ്രിന്റ് നെയിം 5 പേര് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ അതേ ലൂപ്പിൽ തന്നെ നമ്മൾ മാർക്സിൽ 5 മാർക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ടോട്ടൽ മാർക്സിൽ നമ്മൾ ആ 5 മാർക്കും കൂടെ കൂട്ടി വെക്കും. എന്നിട്ട് അതിന്റെ ആവറേജ് കാണും, ആവറേജ് മാർക്ക് ചെയ്യും. പിന്നെ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുക, ആവറേജ് മൈനസ് ടോട്ടൽ മാർക്ക്. അതാണ് ആ ഡീവിയേഷൻ കാണുന്നത്. അങ്ങനെ അല്ലെ, ഓരോ കുട്ടികൾക്കുള്ള വേരിയേഷൻ എങ്ങനെയാണ് ആവറേജ് ചെയ്യുന്നത്. വലിയ വേരിയേഷൻ വന്നെങ്കിൽ ആൾ നല്ലോണം പഠിക്കുന്നില്ല. ചെറിയ വേരിയേഷൻ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, മൊത്തം ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആ ഡീവിയേഷൻ ആണ് ആ പ്രോഗ്രാം. അതൊന്ന് നോക്കുക. സിംഗിൾ ഡയമെൻഷൻ ആയ രണ്ടെണ്ണം ഉള്ളത്, അത് രണ്ടും അക്സെപ്റ്റ് ചെയ്യുക ആദ്യം. എന്നിട്ട് ആ മാർക്കുകളെല്ലാം കൂട്ടും. ഇവിടെ ഇൻഡിജർ പാസ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ക്രീനിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ പാർസ് ചെയ്തിട്ടാണ് നമ്മളത് ഇൻഡിജർ ആക്കുന്നത്. എപ്പോൾ സ്ക്രീനിൽ നിന്ന് എടുക്കുമ്പോഴും അത് സ്ട്രിങ് ആയിട്ടാണ് എടുക്കുന്നത്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് പാർസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ആൾ. നമ്മളിവിടെ താങ്ക് യു ആൾ നിർത്തുകയാണ്.